ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? പിന്നെ എല്ലാവർക്കും സ്കൂളൊക്കെ ലീവായിട്ടുണ്ടാവില്ലേ നാട്ടിലെല്ലാം? പിന്നെ എങ്ങനെയാണ് എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചോ? പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എന്താ പറയുക, ഇവിടെ ക്രിസ്മസിന് മാത്രം കേട്ടോ, മോനിക്ക് കോളേജിന് മാത്രം ഇവിടെ ലീവില്ല, അവനിക്ക് ക്ലാസ് ഉണ്ട്. ഒരു ദിവസത്തെ മാത്രം കേട്ടോ ലീവ് കിട്ടിയത്. അപ്പോൾ അവന് ക്ലാസ്സുള്ള കാരണം രാവിലെ തന്നെ ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചോറും അതുപോലെ തന്നെ അവൻ പറഞ്ഞ് എന്തെങ്കിലും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ ഒരു പപ്പടം പൊരിച്ചതാട്ടോ എനിക്കാക്കി കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോറ് പിന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഒന്ന് ഉപ്പേരി വെച്ചിട്ട് അവന് കൊടുക്കണം. അപ്പം ഞാൻ ചോപ്പറിലാട്ടോ അപ്പം അരിയാൻ നിൽക്കുന്നത്. അതിലിടക്കാണ് പിന്നൊക്കെ പറഞ്ഞത് പപ്പായും കൂടെ മുറിക്കുന്നു രാവിലത്തെ സമയം കാരണം. ഇക്കാക്ക് എപ്പോഴും അങ്ങനെ പപ്പായ രാവിലെ തന്നെ ഫ്രൂട്ട്സാട്ടോ കഴിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും രാവിലെ ചായ കുടിക്കലെല്ലാം കുറവാട്ടോ. എന്താ വെച്ചാൽ രാവിലെ എണീച്ചാൽ തന്നെ പിന്നെ എല്ലാവരും വെള്ളമാണ് കുടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആട്ടോ കഴിക്കുക. ചായ കുടിക്കൽ ഇവിടെ എല്ലാവരും കുറവാണ്. പിന്നെ എന്താ പറയുക, ഇക്കാക്ക് പിന്നെ തീരെ ചായ വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ചായ കുടിക്കേ ഇല്ല. പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു തോന്നുമ്പോഴെല്ലാം നമുക്ക് ഇഷ്ടമാകുമ്പോൾ മാത്രമാണ് ചായ കുടിക്കുന്നുള്ളൂ. ചായ കൂടി ഇവിടെ അധികം നിർബന്ധമില്ല. അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെയാണ് രാവിലെ കഴിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നാസ്തം കൂടെയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് എല്ലാ വീഡിയോയിലും പറയുന്നത് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. നിങ്ങളെ സബ്സ്ക്രൈബും എല്ലാം കാണുമ്പോഴാണ് പിന്നെ എന്താ പറയുക, നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അവന് പിന്നെ അധികം പിന്നെ ഒന്നും കറിയൊന്നും അവന് വേണ്ട. അങ്ങനെ എന്തെങ്കിലും ചെറിയ കറി കേട്ടോ അവന് കൊണ്ടുപോകും. അതും ടിഫിനൊന്നും കൊണ്ടുപോകലില്ല. ഇതിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്നോട് പറഞ്ഞ് നാളെ എനിക്ക് ടിഫിൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓനെല്ലാം റെഡിയാക്കി ഓൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം. ഉച്ചക്ക് നമ്മളെ വീടിൻ്റെ എരിയത്തുള്ള ഒരു അയൽവാസിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ടും കൂടെ പോകണം കേട്ടോ ഒന്ന്. അപ്പോൾ ഓനെ റെഡിയാക്കി ഓനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കൊന്ന് റെഡി ആവണം. അപ്പം ഞാൻ റെഡിയായിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പോകുമ്പോൾ കാറും കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് കാറും കൊണ്ട് പോയി വേണ്ട, എനിക്കിന്ന് എന്തോ ഒരു പുതിയ കേട്ടോ നമ്മളാ ബുള്ളറ്റുമ്മ പോകണം എന്നുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ബുള്ളറ്റുമ്മ തന്നെ കേട്ടോ കല്യാണത്തിന് പോയത്. നോക്കുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മളെ വീടിൻ്റെ ഏരിയത്തുള്ള എല്ലാവരും. പിന്നെ നമ്മൾ മാത്രമാട്ടോ കുറച്ചൊന്ന് ലേറ്റായി പോയത്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കൂടി, കല്യാണമൊക്കെ കണ്ട്, അങ്ങനെ എന്താ പറയുക, എല്ലാവരൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു ഹോളിലേക്കുള്ളത്. അപ്പോൾ അവിടെ ഭക്ഷണമെല്ലാം കഴിച്ചു. അവിടെ വേജാട്ടോ അധികം ഉണ്ടായിരുന്ന ഭക്ഷണം വേജാണ്. വേജ് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു വേജിൻ്റേത്. അപ്പോൾ ഈ ഹോളി വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തി. നമ്മൾ രണ്ടാൾക്കാർക്ക് നമ്മൾ ഭക്ഷണവും പിന്നെ എന്താ പറയുക വെള്ളമൊക്കെ പുതിയതെല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് അവരെ ഞാൻ പിന്നെ മുകളിലേക്ക് തന്നെ കയറ്റുന്ന കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ പൂച്ചക്കുട്ടന്മാരെ കാണണം. അപ്പോൾ ഞാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.